രണ്ടുപേര് അച്ഛനെയും സത്യാമ്മയും ഉപദ്രവിച്ചിട്ട് ആ പണവും കൊണ്ടുപോയി. അയ്യോ ഈശ്വര, കൊണ്ടുപോയത് ആരാണെന്നൊന്നും ആർക്കും അറിയില്ല. ദേവി, രണ്ടുപേർക്കും പരിക്കുമല്ലോ ഉണ്ടോ മോളെ? അച്ഛൻ ആകെ ടയേർഡാമ്മേ. അല്ലെങ്കിൽ തന്നെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതോടെ ആയപ്പോ അച്ഛൻ ശരിക്കും വീണുപോയിന്ന് തന്നെ പറയാം. കഷ്ടായി പോയല്ലോ മോളെ. ചിലപ്പോ പോലീസുകാർ കണ്ടുപിടിച്ച് കൊടുക്കുമായിരിക്കും അല്ലേ? ചന്ദ്രബോസിന്റെ പോലീസുകാരല്ലേ കൊടുത്തത് തന്നെ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ശ്യാമ എന്തിയമ്മേ? വീണ്ടും പഴയതുപോലെ കഥ കടച്ചിരിപ്പാണോ? രോഹിത്തിന്റെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ശ്യാമയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയ പോക്കാ, ഇതുവരെ ആളെത്തിയിട്ടില്ല. ജാമ്യത്തിൽ ഇറക്കാനും ജാമ്യത്തുക കെട്ടിവെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ അവരെ ആരെയും വിളിക്കാതെ ശ്യാമയെ തന്നെ വിളിച്ചിരിക്കുന്നെ? അവരെല്ലാം ഇപ്പൊ കൈ ഒഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും മോളൊന്ന് സ്റ്റേഷനിലോട്ട് വിളിച്ചു നോക്ക്. കാര്യങ്ങൾ എന്തായെന്നൊന്നും അറിയാലോ. ഹലോ ഹലോ, കളക്ടർ ശാലിനി വിഷ്ണുവാണ്. മാഡം, മാഡം, രോഹിത്തിന് ജാമ്യത്തിലിറക്കാൻ ഒരാളും വരാതിരുന്നതുകൊണ്ടാ വൈഫിന്റെ നമ്പർ വിളിച്ച് വരാൻ പറഞ്ഞത്. നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കാം. അവിടെ വന്ന് ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ നീക്കിയാൽ മതി. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാ അയാളുടെ വൈഫിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാ ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓക്കെ മാഡം. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ശ്യാമ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ജാമ്യം നമ്മൾ എടുക്കണോ? രോഹിത്തിനെ ഇപ്പൊ അവന്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാം കൈവിട്ട സ്ഥിതിക്ക് നമ്മളല്ലാതെ വേറെ ആരാ അവനെ സഹായിക്കാനുള്ളത്? ഒന്നോർത്താ അതൊരു നല്ല കാര്യ. അവനിപ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ തനിനിറം. നല്ല ബുദ്ധി തോന്നാൻ ഈശ്വരൻ ഒരു വഴി കണ്ടതാവും. നന്നായ മതിയായിരുന്നു, അല്ലെങ്കിൽ പഴയ പോലെ കുടിച്ചു കുടിച്ച് എവിടെയെങ്കിലും കിടന്ന് മരിക്കും. ദേ, ഇത് അവനുള്ള അവസാന ചാൻസാ. ഇതിലവൻ നന്നായില്ലെങ്കിൽ ഇനി അവന് വേണ്ടി ഒരു 5 പൈസ പോലും മുടക്കി പോരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ ചായ എടുക്കാം. അപ്പോ ചന്ദ്രബോസ്, സുസ്മിത, ഉപേന്ദ്രൻ ത്രിമൂർത്തികൾ 3 പേരും രോഹിത്തിനെ കൈവിട്ടു. ഇനി വിള്ളൽ വരേണ്ടത് അവർക്കിടയിലാണ്, ഈ ത്രിമൂർത്തികൾക്കിടയിൽ. എങ്കിലേ ആ കൂട്ടുകെട്ടിന്റെ അടിവേരറക്കാൻ പറ്റൂ. അല്ല, കമലൻ നിന്റെ ഓട്ടോയും കൂടെ എവിടെ പോയെന്നാ പറഞ്ഞേ? അമ്പലത്തിലെവിടെ പോണെന്നാ പറഞ്ഞേ. കൂടെ വിജിലി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാടക കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിപ്പോ ഒരു ആവശ്യത്തിന് വെച്ച് അങ്ങനെ പറ്റില്ലെന്ന് പറയാ. പിന്നെ വേറെ ആരുമില്ല, നമ്മുടെ കമലിനല്ല, സാരില്ല.